എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ വിഷു ഒക്കെ ഇന്നലെ വിഷുവൊക്കെ കഴിഞ്ഞു. ഞാൻ ഇതുപോലെ തോരനും മെഴുക്കുവരട്ടി അവിയലും എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാക്ക് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണിക്കാം. അപ്പം കുഞ്ഞിങ്ങനെ മത്തങ്ങയൊക്കെ ഇങ്ങനെ ചെത്തിത്തരികയാണ് തൊലിയൊക്കെ. മാമ്പഴ പുളിശ്ശേരി ഉള്ളത് ആദ്യം കണ്ടത് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച്. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി മാമ്പഴങ്ങളൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് ഇത് അരപ്പാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ശകലം പഞ്ചസാര കിട്ടുക. സോ അത് മാമ്പഴ പുളിശ്ശേരി അവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ മാങ്ങാ രസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പച്ച മാങ്ങ വേവിക്കുക, ജീരകവും കുരുമുളകും കൂടെ ചതച്ച് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. മാങ്ങ അച്ചാറിന് വേണ്ടി റെഡിയാക്കുന്നു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വെന്ത പച്ചമാങ്ങ ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ടത് വീണ്ടും അടുപ്പത്തിട്ടൊന്ന് തിളപ്പിച്ച് നമ്മൾ ഈ കൂട്ടുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കടുക് വറുത്ത് കഴിഞ്ഞ് കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയല്ല മാമ്പഴ രസം തയ്യാറായി. പച്ചമാങ്ങ രസം. അതിനൊന്ന് കടുകും കൂടെ വറുത്തിട്ടാൽ നല്ല എക്സലൻ്റ് ആയിട്ടുള്ളൊരു രസമാണ് ഈ പച്ചമാങ്ങ രസം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മെഴുക്കുവരട്ടി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇത് കോവയ്ക്ക തോരനാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് അവിയലിൻ്റെ അരപ്പ്. പക്ഷെ അവിയലെന്ന് വെച്ചാൽ കുറച്ച് മധുരമായിപ്പോയി. കാരണം മത്തങ്ങയും ക്യാരറ്റും കൂടി ഇട്ട കാരണം കുറച്ച് മധുരം ഏറി നിന്നിരുന്നു കേട്ടോ. കുറച്ചും കൂടി എരിവാവാമായിരുന്നു എന്ന് തോന്നി അവിയൽ. നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് മത്തങ്ങ ഒന്ന് വേവിക്കുകയാണ്. പിന്നെ വൻപയർ നമ്മൾ കുക്കറിൽ വേവിക്കും. നമ്മൾ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനുമുള്ള തേങ്ങയൊക്കെ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് തിരുമ്മി ആദ്യം നമ്മൾ ചുവന്ന മുളകും ഉള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് ചുടുക. അതിനുശേഷം ഇഞ്ചിയും തേങ്ങയും ഉപ്പും പുളിയും ഈ ചുട്ട സാധനങ്ങളൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി തയ്യാറ്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് എരിശ്ശേരിയുടെ കാര്യം നോക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പുകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എരിശ്ശേരിയായി. മത്തങ്ങയും വൻപയർ ചേർന്ന് എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുറച്ച് ടൊമാറ്റോ ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ആയിരുന്നു. പിന്നെ സാമ്പാർ തയ്യാറാക്കി. സാമ്പാറും തേങ്ങാ ചട്നി ടൊമാറ്റോ ചട്നി ഒക്കെ ആയിരുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് കടുകൊക്കെ വറുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുളച്ച പയറിൻ്റെ തോരനാണ് അതിന് അടുത്ത ഒരു വിഭവം എന്ന് പറയുന്നത്. അത് ഇതേപോലെ ഈ ഉണ്ടാക്കലും വീഡിയോ എടുക്കലും കൂടിയൊക്കെ കുറച്ച് തക്ലീഫ് ആയതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് പപ്പടം കാച്ചി. പിന്നെ പായസമില്ലാതെ ഒരു ആഘോഷമില്ലല്ലോ. അപ്പോൾ പായസം കൂടെ ഉണ്ടാക്കി. പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത്. ഇത് തന്നെ മോര് ഒന്ന് റെഡിയാക്കിയത് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇഞ്ചിത്തൈര് നമ്മുടെ ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ ഇഞ്ചിത്തൈരും തയ്യാറാക്കി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായിയൊക്കെ വന്ന് 10-15 കൂട്ടങ്ങളൊക്കെ ആയിട്ട് വിഷുസദ്യ കഴിച്ചു.